ആരോഗ്യമേഖല നിങ്ങൾ വെറും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖല വേൾഡ് മോഡലാണ്. നിങ്ങളിപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ കാണണം. നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും ഈ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നില്ല, കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാത്ത് ലാബും ഡയാലിസിസ് യൂണിറ്റും വന്നു. നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ, PHCകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറി, റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്നു. മെഡിക്കൽ കോളേജുകൾക്കകത്ത് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടു. ഈ കോട്ടയത്തുണ്ടായ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ അവിടെ നടക്കുന്ന നിർമ്മാണം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ 150 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പോവാണ്. ഞാനിത് മനസ്സിലാക്കാൻ കാരണം ഞങ്ങളുടെ MCCയിൽ നിർമ്മിച്ചവരാണ് അവിടെയും നിർമ്മിക്കുന്നത്, CVC. അപ്പോൾ അതുകൊണ്ട് മികച്ച നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ കാണണം എന്തെല്ലാം അസുഖങ്ങൾ അതെല്ലാം ടാക്കിൾ ചെയ്തില്ലേ. ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ സർക്കാരിനാവുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റായ സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് ഇതാകെ മോശമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്? കേരളത്തിൻ്റെ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ തകർന്നാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? നിങ്ങൾ ചിന്തിക്കണ്ടേ. എത്ര മാധ്യമപ്രവർത്തകർക്ക് ഇവിടുത്തെ കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കാൻ പറ്റുമോ? അപ്പോൾ സാധാരണ മാധ്യമപ്രവർത്തകരും ഞങ്ങളോട് എല്ലാവർക്കും ഒരു അഭയ കേന്ദ്രം ഇപ്പോഴും സർക്കാർ ആശുപത്രികൾ തന്നെയാണ്. അതിനെ വിമർശിക്കാം, പക്ഷേ ആ സിസ്റ്റത്തെ ആകെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ഇതൊക്കെ അതൊന്നൊരു ഇന്നത്തെ നിങ്ങൾ ഏത് ലോകത്ത് ജീവിക്കുന്നത്? ഇന്നിപ്പോൾ എവിടെ ഇരുന്നും കാര്യങ്ങൾ ഭരിക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഒരു വളരെ ചൈൽഡിഷായ ക്വസ്റ്റ്യനാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം 10 ദിവസം കൊണ്ട് തിരിച്ചു വരുന്നതാണ് അദ്ദേഹം എന്നെ അറിയിച്ചത്. സ്പീക്കർ എന്നൊക്കെ പോകുമ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ പോകുന്നുണ്ട്, 10 ദിവസം കൊണ്ട് തിരിച്ചു വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഒരു ആവശ്യങ്ങളില്ല. ഏതായാലും ഞാൻ ഒന്ന് മാധ്യമപ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു, ഈ സിസ്റ്റത്തെ തകർക്കുന്ന രീതിയിലുള്ള വളരെ അൺനെസറി ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ പാടില്ല. നമുക്ക് സിസ്റ്റം വേണം. നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന് ഇപ്പോഴും ആശ്രയിക്കാൻ സാധിക്കുന്ന കേന്ദ്രം സർക്കാർ ആരോഗ്യമേഖല തന്നെയാണ്. അതിനെ തകർക്കുന്ന നീക്കങ്ങൾക്ക് നിങ്ങൾ കൂട്ടുവെക്കാൻ പാടില്ല.